അധികാരികൾ നോക്കുകുത്തി. യുവകർഷകന്റെ വാഴത്തോട്ടം കരിഞ്ഞുണങ്ങുന്നു. മലപ്പുറം ചുങ്കത്ര പൂക്കോട്ടുമണ്ണയിലാണ് ഈ നിറം കെട്ട കാഴ്ച. കർഷക മക്കളുടെ താൽപ്പര്യത്തോട് അനുഭാവം പുലർത്തുന്നു എന്ന വ്യാജേനെ അഭിപ്രായ പ്രകടനം നടത്തുന്ന അധികാരികളുടെ വാക്കും പഴയ ചാക്കും ഒന്നാണെന്ന് വീണ്ടും തെളിയിക്കുകയാണിവിടെ. കർഷക മക്കളുടെ ഉള്ളൊരുക്കത്തിന് പഞ്ഞമില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. പാറത്താഴത്ത് സജി എന്ന യുവാവിന്റെ വാഴകൃഷിത്തോട്ടമാണ് അധികാരികൾ ജലസേചന സൗകര്യം നിഷേധിച്ച് കരിച്ചുണക്കിയത്. സമീപത്തെ പഞ്ചായത്ത് അധീനതയിലുള്ള പമ്പ് ഹൗസിലെ നടത്തിപ്പ് ചുമതലക്കാരന്റെ അനാസ്ഥയാണ് പമ്പിംഗ് മുടങ്ങാൻ കാരണമായതെന്ന് കർഷകർ പറയുന്നു. വേനൽക്കാലത്ത് സമീപത്തെ 15 ഹെക്ടറോളം പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ ജലസേചന സൗകര്യം ലക്ഷ്യമിട്ടാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പൂക്കോട്ടുമണ്ണ പൊട്ടിയിൽ പമ്പ് ഹൗസ് സ്ഥാപിതമായത്. തുലാമഴ കഴിയുന്നതോടെ മോട്ടോർ ഹൗസിന്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടതാണ്. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് ചാലിയാർ പുഴയിൽ നിന്നും പമ്പിന്റെ ഫുട് വാൾവും പൈപ്പും എടുത്തു മാറ്റിയിരുന്നു. വേനൽ കടുത്തതോടെ കർഷകർ പമ്പ് ഹൗസിന്റെ സേവനം തേടിയെത്തി. എന്നാൽ പമ്പ് ഓപ്പറേറ്റർ ചുമതല വഹിക്കുന്ന ആൾ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി. വാർഡ് മെമ്പർ, പ്രദേശത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, പഞ്ചായത്ത് അധികൃതർ എന്നിവരെയെല്ലാം കൈത്തറക്ക് തൊഴിലാളി കൂടിയായ സജി നേരിൽ കണ്ട് തന്റെ സങ്കടം വിവരിച്ചു. ആരും തിരിഞ്ഞുപോലും നോക്കിയില്ലെന്ന് ഇയാൾ പറയുന്നു. പറഞ്ഞു മെമ്പറുടെ വീട്ടിൽ രാത്രി ചെന്ന് ഞാൻ മെമ്പറോട് പറഞ്ഞു, അയാളോട് പറയാം, അയാൾ അയൽവക്കക്കാരനാണ് മെമ്പറുടെ. അത് ഞാൻ പറഞ്ഞു വെള്ളം അടിച്ചു തരാൻ പറയാൻ പറഞ്ഞപ്പോൾ അയാൾ മെമ്പറോട് പറഞ്ഞു വിട്ടേക്കുന്ന 1000 രൂപ കൊടുത്ത് നീ നന്നാക്കിക്കോ, നീ നന്നാക്കിയിട്ട് വെള്ളം അടിച്ചോന്നാണ് പറയുന്നത്. പിന്നെ സൂസമ്മ മെമ്പറോട് പോയി പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറും പറഞ്ഞു ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സാമച്ചാന്ന് പറഞ്ഞ അയാളോട് ചെന്ന് ഞാൻ പറഞ്ഞു, സാമച്ചാനോട് ചെന്ന് പറഞ്ഞു, അയാൾ കമ്മിറ്റിക്കാരനല്ലാത്ത അയാളോടും ചെന്ന് പറഞ്ഞു. അയാളും സംസാരിക്കാമെന്ന് പറയല്ല, അത് ഈ എൻ്റെ ഇത്രയും സാധനം കളഞ്ഞിട്ട് ഞാൻ ഈ കൂലിപ്പണിക്കാരനാണ്, എനിക്ക് എത്ര രൂപ നഷ്ടം വരുന്നുണ്ടെന്ന് അറിയും. ആരെങ്കിലും തരുമോ? ഈ വാഴയ്ക്ക് ഇൻഷൂർ ചെയ്യാൻ എൻ്റെ പൈസ ഇല്ല, എനിക്ക് ഞാൻ ഇൻഷൂർ ചെയ്തിട്ടില്ല. ഞാൻ അത് സ്വന്തം കഷ്ടപ്പെട്ടുണ്ടാക്കണം മുതല. ഇതൊരാളെനിക്ക് പാട്ടത്തിന് തന്നതാണ്, പാട്ടം ഒന്നും കൊടുക്കണ്ട, നീ അതിനകത്ത് കൃഷി ചെയ്തെന്നും പറഞ്ഞ് തന്നാണ് അവരെനിക്ക്. ഞാൻ അവരുടെ പറമ്പും കൂടെ നാശമായി കളയല്ലേ ഇവർ വെള്ളം തന്നില്ലെങ്കിൽ. 700ഓളം വാഴകളാണ് വെള്ളം കിട്ടാതെ കരിഞ്ഞുണങ്ങുന്നത്. 3 വളം നൽകിയ വാഴകൾ മിക്കവാറും കുലച്ചു തുടങ്ങി. തുടർകൃഷി മുൻകൂട്ടി കണ്ട് വീണ്ടും വാഴ നട്ടു. 4 ഇല വിരിഞ്ഞ കുഞ്ഞൻ വാഴകളെയും വരൾച്ച ബാധിച്ചു. സാധാരണഗതിയിൽ വാഴ കുലക്കുന്ന സമയത്താണ് മുടങ്ങാതെ നനവേണ്ടത്. എന്നാൽ ജലസേചനം മുടങ്ങിയതോടെ വാഴത്തോട്ടം നാശത്തിന്റെ വക്കിലാണ്. പലരിൽ നിന്നും കടം വാങ്ങിയും വളക്കടയിൽ അവധി പറഞ്ഞുമാണ് കൃഷി ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. നാഴികക്ക് 40 വട്ടം കർഷക പെരുമയെ സംബന്ധിച്ച് മാത്രം വാതോരാതെ സംസാരിക്കുന്ന അധികൃതർ ഈ ചെറുപ്പക്കാരന്റെ അപേക്ഷ ചെവിക്കൊള്ളണം. വളവിടാനായ വാഴ ഞാനിവിടെ പഞ്ചായത്ത് മെമ്പറോട് എന്ന് പറഞ്ഞു, എല്ലാവരോടും ചെന്ന് പറഞ്ഞു. അയാൾ ഓപ്പറേറ്റർ വന്ന് വെള്ളം അടിച്ച് പമ്പ് നന്നാക്കി വെള്ളം അടിച്ച് തരുന്നില്ല. എൻ്റെ 10-600-700 വാഴയെ പോകും. പറയും ഇവർ വെള്ളം അടിച്ച് തരണ്ട. ഞാനിതിനകത്ത് എന്നും വരിക ഇങ്ങനെ നിന്നിട്ട് അഴിച്ചിട്ട് എന്തായാലും ഒരു വശത്ത് പന്നി കളയുക, ഒരു വശത്ത് വെള്ളം ഇല്ലാതെ കളയുക. അതാണ് ഇപ്പോൾ പ്രശ്നം. ഞാൻ ഇപ്പോൾ അയാളോട് 2-3 വട്ടം പറയാൻ പറഞ്ഞു. ഇവിടെ കമ്മിറ്റിക്കാരൻ്റെ നേരം അവർക്കാർക്കും വെള്ളം വേണ്ട പറഞ്ഞു. അവരെല്ലാവരും ഒരു കുടുംബക്കാരാണ്. അവർക്ക് 5-10 ഏക്കർ സ്ഥലമുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ കവുങ്ങുന്തോട്ടമാണ്. ഞാൻ മാത്രമേ ഇവിടെ കൃഷി ചെയ്യുള്ളൂ. കൃഷി ചെയ്യുന്ന പമ്പ് നന്നാക്കിയിട്ട് വെള്ളം അടിച്ചോട്ടെ എന്നാണ് അവർ പറയുന്നത്. പഞ്ചായത്തിൻ്റെ പമ്പാണത്. ഞാൻ ഒറ്റയ്ക്ക് 1000 രൂപ മുടക്കി പമ്പ് അവിടെ ഓപ്പറേറ്ററെ വിളിച്ചോടങ്ങാൻ നന്നാക്കിയിടാൻ ഇയാൾ താക്കോലും കൊണ്ട് വരയ്ക്കാത്ത അവിടെ ഇരിക്കും. ഇയാൾ വരണ്ടേ? ആരാണോ ഓപ്പറേറ്ററാണോ? ഈ പൂന്തിരിച്ച് വാച്ചാനേ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഇതിലെ അയാൾക്ക് ഉത്തരവാദിത്തം. അയാളാണ് ഇതിന്റെ ഓപ്പറേറ്റർ. അയാളോട് ഞാൻ പറഞ്ഞിട്ട് അയാൾ ചൂടായിട്ട് ഞാൻ മെമ്പറോട് പോയി പറഞ്ഞു. മെമ്പർ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയണത് എന്താ വെച്ചാൽ ഞാൻ പൈസ അവർക്കാർക്കും വെള്ളം വേണ്ട, എനിക്ക് മാത്രം വെള്ളം മതി, അതുകൊണ്ട് നീ പൈസ കൊടുത്ത് നന്നായിക്കോന്നാണ് പറയണത് പഞ്ചായത്തിന്റെ പമ്പ്. സമൃദ്ധമായി ഒടുക്കുന്ന ചാലിയാർ പുഴയിൽ സ്ഥാപിച്ച പമ്പ് ഹൗസുകളിൽ മാത്രമാണ് വേനൽക്കാലങ്ങളിൽ മലയോര കർഷകരുടെ പ്രതീക്ഷകൾ അത്രയും. അധികൃതർ കനിഞ്ഞില്ലെങ്കിൽ പ്രദേശത്തെ കാർഷിക വിളകളുടെ നാശത്തിലൂടെ പലരും കടക്കണിയിലാകും എന്ന് ഉറപ്പാണ്. പുഴയിൽ വെള്ളമുണ്ട്, പുഴയിൽ വെള്ളമില്ലാത്ത കുഴപ്പമില്ല. ഇത് മണിക്കൂറിന് 50 രൂപ വെച്ച് കൊടുത്ത് അടിക്കുന്നതാണ്. മണിക്കൂറിന് 50 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പഞ്ചായത്താണ് അറിയേണ്ടത്, പിന്നെ ഇവർ ആരാ അറിയേണ്ടതെന്ന് ഇവരെന്ന് പറയട്ടെ. ഇത് മോട്ടറിന്റെ പകുതിന് വുഡ്വാൽ മാത്രം ഇറക്കി വെച്ചിട്ട് ഫിറ്റ് ചെയ്താൽ മതി. അതിനാണ് അതിലിട്ട് കാണിക്കുന്നത്. അവിടെ ഉള്ളിൽ കയറി വന്നിട്ടില്ല, അഴിച്ചിട്ടില്ല മോട്ടർ. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം അടിച്ചുകൊണ്ടിരുന്ന മോട്ടറാണ്. ഈ വുഡ്വാൽ ഫിറ്റ് ചെയ്യാൻ ഇവിടെയുള്ള വെള്ളം അടിക്കുന്ന ആൾക്കാരോട് പറയണ്ടേ, വെള്ളം പുഴയിൽ ഇഷ്ടംമാതിരി വെള്ളമുണ്ട്. വെള്ളം ഇല്ലാതാണെങ്കിൽ നമുക്ക് തരക്കേടില്ല, വെള്ളം ഇല്ലാന്ന് പറയാം. ഇത് താഴോട്ട് ഇറക്കി ഫിറ്റ് ചെയ്താൽ മതി വെള്ളം അടിക്കാൻ. ഇത് വുഡ്വാൽ ഇതിന്റെ
ഇത് താഴെ ഇറക്കി ഫിറ്റാക്കണം. അതിന് 3-4 ആൾക്കാർ വേണം. ഈ ഓപ്പറേറ്റർ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാലേ വരുള്ളൂ. അയാൾ വീട്ടിലിരുന്നാൽ വരുമോ? ആരെങ്കിലും വരുമോ? അല്ല, മോട്ടർ ഇവിടെ കേടായി കിടക്കുന്നതല്ലേ. ഇത് അടിച്ചുകൊണ്ടിരുന്ന പമ്പ. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം അടിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഈ മോട്ടർ ഉഡ്വാൽ വെച്ച് മേലെ കയറ്റി വെച്ചതാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, മലയോര വിഷൻ, ചുങ്കത്തറ.